ഹലോ മക്കളെ, അപ്പോൾ ഓണം പരീക്ഷ കഴിഞ്ഞു ആൻഡ് നിങ്ങളുടെ പേപ്പറൊക്കെ എല്ലാം കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങളുടെ മാർക്കും ഇങ്ങനെയാണ് ഏകദേശമെങ്കിൽ, ഇപ്പം ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസ് ഒക്കെ നല്ല മാർക്കുണ്ട്, ലാംഗ്വേജസ് നല്ല മാർക്കുണ്ട്, പെട്ടെന്ന് മാത്സ് കുറഞ്ഞു, മാത്സ് നമ്മുടെ ഓണപ്പരീക്ഷ ചതിച്ചെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ മാർക്സും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങളുടെ എന്താണെന്ന് എക്സ്പീരിയൻസ് എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ മാത്സ് എല്ലാ വർഷവും എല്ലാവരും എന്തുകൊണ്ടാണ് ചതിക്കുന്നത്? നിങ്ങൾ മാത്രമല്ല ഈ മാത്സിന് മാർക്ക് കുറഞ്ഞത്. അപ്പം അത് ഓർത്ത് തന്നെ ആദ്യം ആശ്വസിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മാത്രമാണ് മാത്സ് കുറവ് അല്ല, മിക്കവർക്കും. ഇൻഫാക്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ A+ നഷ്ടമാവുന്ന സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കുറവ് വരുന്ന സബ്ജക്റ്റാണ് മാത്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അത്ര പ്രശ്നക്കാരനൊന്നുമല്ല, നിങ്ങൾ മാത്സ് കുറച്ചുകൂടി ശ്രമിച്ചാൽ മതി. പക്ഷേ സാറേ, ഞാൻ എന്താണ് ചെയ്യുക? ഞാൻ എത്ര പഠിച്ചിട്ടും മാത്സ് അങ്ങ് തലയിൽ കയറുന്നില്ല. ചില ക്വസ്റ്റ്യൻ കാണുമ്പോൾ എക്സോ വൈയോ എന്തൊക്കെയോ സംഭവങ്ങൾ വരുന്നു, മനസ്സിലാവുന്നില്ല. എന്താണ് ചെയ്യുക? അതിനായിട്ടുള്ള സൊല്യൂഷൻ ആയിട്ടാണ് അലൻ സാർ ഈ വീഡിയോയിൽ വന്നിട്ടിരിക്കുന്നത്. മാത്സ് എനിക്ക് ഒരു കാലത്ത് ബുദ്ധിമുട്ടായിരുന്നു. ഇൻഫാക്ട് എനിക്ക് നല്ല മാർക്ക് കുറവായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും അടിപൊളിയായിട്ട് മനസ്സിലാവുന്ന, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന സബ്ജക്റ്റായി മാറിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും നാളെ സൺഡേ ഒരു സ്പെഷ്യൽ ഇവൻ്റ് ഉണ്ട്, ബെസ്റ്റ് സ്റ്റഡി ടൈം ടേബിൾ. നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് ഒരു ദിവസം അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കാന്നുള്ള ലൈവ് ഇവൻറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ടൈം ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. നാളെ സൺഡേ എല്ലാവരും വരിക. നിങ്ങൾ പിന്നീടാണ് ഈ ലൈവ് കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ലൈവ് പോയി കാണണം. ഓക്കെ, മറക്കരുത്, ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് ആ സീക്രട്ട്? പ്രത്യേകിച്ച് മാത്സിലേക്ക് വരുമ്പോൾ ഓണപരീക്ഷയിൽ ചില ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ സാറേ ഞാൻ അറിഞ്ഞിട്ടും കൂടിയില്ല അല്ലേ? എന്നാൽ വളരെ സിമ്പിളായിട്ട് ഒരു സീക്രട്ട് ഉണ്ട്. അപ്പം സാർ സീക്രട്ട് ഹാർഡ് വർക്ക് അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണോ? വളരെ സിമ്പിൾ. ഞാൻ നിങ്ങളോട് ഇത് ഒഫീഷ്യലി പറയാൻ പാടില്ല. പക്ഷേ നിങ്ങളുടെ പേപ്പറുകൾ, നിങ്ങളുടെ എക്സാം പേപ്പറുകൾ ഒരു ബോർഡാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ പേപ്പറുകൾ, നിങ്ങളുടെ ഓണപ്പരീക്ഷ ആയിക്കോട്ടെ, ക്രിസ്മസ് പരീക്ഷ ആയിക്കോട്ടെ, ഫൈനൽ പരീക്ഷ ആയിക്കോട്ടെ, എല്ലാം ഒരു ബോർഡാണ് സെറ്റ് ചെയ്യുന്നത്, സ്റ്റേറ്റ് ബോർഡ്. അവരുണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ്, ഓക്കെ, അവർ ഓരോ വർഷവും ഇടുന്ന പേപ്പറിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് വിളിക്കും? PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളൊരു 4-5 എടുത്തു നോക്കാം. ഓക്കെ, 4-5 എല്ലാം examiner.com ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. സെയിം പാറ്റേൺ റിപ്പീറ്റ്. ഓക്കെ, സെയിം പാറ്റേൺ റിപ്പീറ്റ്. ഓക്കെ, സെയിം പാറ്റേൺ വീണ്ടും 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 വരുന്നു. ചെറിയ നമ്പറിൽ വ്യത്യാസം. ഫിസിക്സ്, ഇംഗ്ലീഷ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ആയിക്കോട്ടെ, അതിൽ ചെറിയ ഡെഫിനിഷൻ്റെയോ ചെറിയ ട്വിസ്റ്റിൻ്റെ വ്യത്യാസം. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും വരുന്നു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അല്ലെ 2 ക്വസ്റ്റ്യൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാവാത്ത പുതിയ ടൈപ്പ് ആയിരിക്കും. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ട്? ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് നമുക്ക് മാത്സിൽ ഇപ്പോൾ ഫുൾ മാർക്സ് മേടിക്കാൻ പറ്റുന്നതിനെക്കാട്ടും മാർക്ക് നിങ്ങൾക്ക് തരും. ഫോർ എക്സാമ്പിൾ 80 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ, ഫുൾ മാർക്കാണെങ്കിൽ 110 മാർക്കിന് ചോദ്യങ്ങൾ വരും. ഓക്കെ, 40 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ 60-70 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഓപ്ഷൻ ഉണ്ട്, ആ 1-2 ക്വസ്റ്റ്യൻ വിടുക, ബാക്കിയുള്ളത് ഞാൻ ഗ്യാരണ്ടി ചെയ്യാം PYQ ബേസ്ഡ് ആയിരിക്കും. നിങ്ങളെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പഠിച്ച് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി മിസ്സാവില്ല, അത് ഞാൻ ഗ്യാരണ്ടി. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അലൻ സാറിൻ്റെ ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ കുറച്ച് ചെയ്യും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യും, അത് കഴിഞ്ഞ് എന്ത് ക്വസ്റ്റ്യനാ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ അതേ നമ്പറും അതേ പാറ്റേൺ വെച്ച് വീണ്ടും വീണ്ടും വർഷങ്ങളായിട്ട് വന്നിട്ടുണ്ട് മക്കളെ. ഇനി നിങ്ങളുടെ ഈ വർഷം ഫൈനൽ എക്സാമിന് വരും. ദാറ്റ് ഈസ് മൈ ഗ്യാരണ്ടി. അതെനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഞാൻ ഉറപ്പിച്ച് പറയാണ്, നിങ്ങൾ ഈ PYQs മനസ്സിലാക്കി, വെറുതെ PYQs പോയി ചെയ്തിട്ട് കാര്യമില്ല, ക്ലാസ് കണ്ട് മനസ്സിലാക്കിയിട്ട് എല്ലാം PYQs ഒരു പ്രാവശ്യമെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ സെറ്റായി. 2ാമത്തെ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ ആ ഫുൾ മാർക്കിലേക്ക് എത്തും, ഞാൻ അത് ഗ്യാരണ്ടിയാണ്. അപ്പം അതിനുവേണ്ടി എന്താണ് സെർച്ച് ചെയ്യേണ്ടത്? നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് സ്വന്തം ചെയ്യണോ? വേണ്ട മക്കളെ, ഞാനുണ്ട്, അലൻ സാറുണ്ട്, എക്സാമിനർ മൊത്തം ഉണ്ട്. അപ്പം നിങ്ങളൊരു SSLC സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ലക്ഷ്യ ബാച്ച് ഉണ്ട്. ഓക്കെ, ലക്ഷ്യ ബാച്ച് എന്ന് പറഞ്ഞാൽ വെറും ക്ലാസ് മാത്രമല്ല, ബുക്ക് മാത്രമല്ല തരാം. ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് സംശയം, സാർ ഇനി ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഈ ബാച്ചിൽ ജോയിൻ ചെയ്താൽ എന്താ കിട്ടുക? എങ്ങനെയാണ് ഈ ബാച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ഫുൾ A+ കിട്ടുക? മക്കളെ, കഴിഞ്ഞ വർഷം 4012 സ്റ്റുഡൻസ് ആണ് ഫുൾ A+ ലക്ഷ്യ ബാച്ചിൽ നിന്ന് മേടിച്ചത്. ഓക്കെ, ലക്ഷ്യ ബാച്ചിൽ നിന്ന് 4000 കുട്ടികളാണ്. കേരളത്തിലെ SSLC നമ്മുടെ ചാനൽ നോക്കി പഠിച്ചവരല്ല, ലക്ഷ്യ ബാച്ചിൽ നിന്ന് പഠിച്ച 4012 ആൾക്കാർക്ക് ഫുൾ A+ ഉണ്ട്. ഇത്രയും ആൾക്കാർക്ക് ഫുൾ A+ മേടിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റിക്കൂടാ? ഇവർക്ക് മാക്സിമം ഫുൾ A+ കിട്ടി, എല്ലാ സബ്ജക്ട്സിനും കിട്ടി. ഒരു A+ ഒക്കെ പോയാൽ വേറെ കുറേ ആൾക്കാരുണ്ട്, പക്ഷേ
ഇതാണ് നിങ്ങൾ മനസ്സിലാക്കുക, ഈ നമ്പർ. ഓക്കെ, ഇവരും നിങ്ങളെപ്പോലെ ഒരു വർഷം അല്ലെങ്കിൽ അവസാനത്തെ ഭാഗങ്ങളൊക്കെ ആയിട്ട് ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചവരാ. നിങ്ങൾക്ക് ഒരു വർഷത്തെ മൊത്തം വരുന്ന ഫീസ് 2,999 ആണ്. ഓണം എക്സാം കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഫീസ് കുറച്ചിട്ട് 2,999 ഉള്ളൂ. ഈ ഫീസിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്ട്സും ഇംഗ്ലീഷ് മീഡിയം കിട്ടും, മലയാളം മീഡിയം കിട്ടും. അതുപോരാതെ ബുക്സ് ഞാനൊരു സ്റ്റാർ ഇട്ട് പറഞ്ഞുതരാം. ഈ ബുക്കുകൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം 1, 2, സോഷ്യൽ 1, 2 എല്ലാം കൂടി ഒരുമിച്ച് ബുക്കായിട്ട് കിട്ടും. ഈ ബുക്കുകൾ ഞാൻ സ്റ്റാർ ഇട്ട് പറയാണ്, സ്റ്റോക്ക് തീരുന്നത് വരെ ഉണ്ടാവുള്ളൂ. ഇത് ഫ്രീ ആണ്, ഇത് ആർക്കും ഒരു എക്സ്ട്രാ പൈസ കൊടുക്കാണ്ട് കിട്ടുന്നതാണ്. ഇതിനുള്ളിൽ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും, നിങ്ങൾക്ക് വേണ്ട ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പ്രീവിയസ് ഇയർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു നല്ലൊരു ബുക്കാണ് പഠിക്കാൻ വേണ്ടിയിട്ട്, ഇത് ബുക്കായിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ഫുൾ സിലബസ്, ഫസ്റ്റ് കാര്യം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിൽ കാണാൻ പറ്റുന്ന റെക്കോർഡഡ് ക്ലാസ്, ഫുൾ സിലബസ് റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആർക്കും ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, എല്ലാം സിലബസിന് റെക്കോർഡഡ് ക്ലാസ് കിട്ടും. എപ്പോൾ വേണമെങ്കിൽ കാണാം, വീണ്ടും കാണാം. നിങ്ങൾക്ക് ഏറ്റവും ബേസിക് മുതൽ ഏറ്റവും അവസാനത്തെ ടോപ്പിക് വരെ ടോപ്പിക് വൈസ് ആയിട്ട് കിട്ടും. പിന്നെ മനസ്സിലാക്കേണ്ടത് ആ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, സോഷ്യൽ സയൻസ് 2 ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയത്തിലും കിട്ടും. ഇനി ഫുൾ സെറ്റ് എക്സാമിനർ ബുക്സ് ഫ്രീ, സ്റ്റാർ സ്റ്റോക്ക് എൻഡ് ചെയ്യുന്നത് വരെ. പിന്നെ ചാപ്റ്റർ വൈസ് PYQ, ഇതാണ് നിങ്ങളോട് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. പ്രത്യേകിച്ച് മാത്സ്, പ്രത്യേകിച്ച് ഫിസിക്സ്, പ്രത്യേകിച്ച് കെമിസ്ട്രി, നമ്പേഴ്സും ക്വസ്റ്റ്യൻസും കാൽക്കുലേഷൻസും വരുന്ന ചാപ്റ്ററാണ് PYQs. മക്കളെ, കേരള പരീക്ഷയ്ക്ക് SSLC മോഡൽ ആയിക്കോട്ടെ, നിങ്ങളുടെ ടേം 1, ടേം 2 ആയിക്കോട്ടെ, എന്ത് എക്സാമിന് വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്തിട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോരാതെ PDF ആയിട്ട് ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ വിത്ത് സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് ലക്ഷ്യ ബാച്ചിനുള്ളിൽ കിട്ടും. വേറെ റിവിഷൻ ക്ലാസ്സും കൂടി ഉണ്ട്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, സാർ എനിക്ക് ബേസിക് ക്ലാസ് വേണ്ട, എനിക്ക് റിവിഷൻ ക്ലാസ് വേണം, ഓൾറെഡി റെഡിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആൻഡ് ഫ്രീ റിവിഷൻ ബാച്ചും കിട്ടും. നിങ്ങൾക്ക് റിവിഷനും കിട്ടി. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോത്ത് ലൈവും ഞാൻ പറഞ്ഞിട്ടുണ്ട്, റെക്കോർഡർ. ഓക്കെ, അപ്പോൾ റെക്കോർഡർ ക്ലാസ് കാണാം, അത് കഴിഞ്ഞിട്ട് ലൈവിൽ വന്ന് ഡൗട്ട് ചോദിക്കുക, ക്വസ്റ്റ്യൻ ചെയ്യുക, മാക്സിമം ചെയ്യാം. ഇനി ഇതുപോരാതെ ഒരു സ്പെഷ്യൽ ഫീച്ചർ ഉണ്ട്, എല്ലാം ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസും മാത്സിനും നിങ്ങൾക്ക് റെക്കോർഡറായിട്ട് കിട്ടുന്നതായിരിക്കും. അതും കൂടി കഴിഞ്ഞാൽ വേറെ ക്വസ്റ്റ്യൻസ് ഇല്ല ചെയ്യാൻ. ഞാൻ ക്വസ്റ്റ്യൻസ് തേടി നടക്കുകയാണ്. നിങ്ങളുടെ എല്ലാം പേപ്പറും ചെയ്തു, എല്ലാം ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ചെയ്തു, എല്ലാം എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്തു. ഇതിനപ്പുറം ക്വസ്റ്റ്യൻസ് ഇല്ല ചെയ്യാൻ. നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ എക്സാം ഉണ്ടാക്കുന്നവർക്ക് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാൻ പറ്റുക? അത്ര ആലോചിക്കാനുള്ളൂ. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അടിപൊളിയായി പഠിച്ച് നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. ഓക്കെ, ആൻഡ് ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം ഉണ്ടാവും. ബുക്സും ആ മീഡിയത്തിനനുസരിച്ച് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ട്, അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പർ അല്ലെങ്കിൽ ഈ നമ്പർ അല്ലെങ്കിൽ അവസാന നമ്പർ 2 ആക്കിയിട്ടുള്ള നമ്പറേക്ക് വിളിക്കാം, വാട്സാപ്പ് ചെയ്യാം, ജോയിൻ ചെയ്യാം. ആൻഡ് ഐ കൻ ഗ്യാരണ്ടി യു, കഴിഞ്ഞ വർഷം 4012 ആൾക്കാർക്കാണ് ഫുൾ A+ കിട്ടിയത്. ഈ വർഷം നിങ്ങളും അതിലൊരു ഭാഗമാവും. ആൻഡ് അതിനപ്പുറം ഫുൾ A+ ഉണ്ടാവും. ആൻഡ് യു വിൽ ബി പ്രൗഡ്. ഈ ഒരു ഡിസിഷൻ എടുത്താൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്രയും ക്വസ്റ്റ്യൻസും ഇത്രയും കണ്ടന്റ് തരുന്ന ഏറ്റവും ബെസ്റ്റ് ബാച്ച് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് ആൻഡ് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 2,999 ആണ് ഫീസ് വരുന്നത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, വേഗം തന്നെ പഠിച്ചു തുടങ്ങാം. കാരണം കൂടുതൽ ലേറ്റ് ആവും തോറും ഇത്രയും ക്വസ്റ്റ്യൻസ് കുറച്ച് സമയത്ത് പഠിക്കേണ്ടി വരും. സോ ലേറ്റ് ആവണ്ട, വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ്, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ക്രിസ്മസ് എക്സാം ആൻഡ് ഫൈനൽ എക്സാം. എക്സാമിനർ ആൻസറും ഫുൾ ടൈം നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ.